എമിഷൻ സ്റ്റാൻഡേർഡ് ഫോർ പാസഞ്ചർ കാർസ് ആൻഡ് ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആർ സമ്മറൈസ്ഡ് ഇൻ ദ ഫോളോയിങ് ടേബിൾസ്. നമ്മളിപ്പോൾ ഒരു ടേബിൾ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. ആ ടേബിളിൽ ഇതിനുള്ള എല്ലാ എമിഷൻ സ്റ്റാൻഡേർഡുകളും പറയുന്നുണ്ട്. സാധാ ഒരു പാസഞ്ചർ കാറിനും അതേപോലെ ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് എന്നുള്ള ഒരു എമിഷൻ സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ട്. യൂറോപ്യൻ എമിഷൻ സ്റ്റാൻഡേർഡ്സ് ഫോർ പാസഞ്ചർ കാർസ് ഗ്രാം പെർ കിലോമീറ്റർ. ഒരു കിലോമീറ്ററിൽ ഇത്ര ഗ്രാം എമിഷൻ എന്നുള്ളതാണ് ആ ഒരു ടേബിളിൽ പറയുന്നത്. നോക്കുക, ഈ ടേബിൾ നോക്കുക. അതിൽ യൂറോ 1 മുതൽ യൂറോ 6 വരെ പറയുന്നുണ്ട്. സെപ്റ്റംബർ 2014 യൂറോ 6 ഇംപ്ലിമെൻറ്റേഷൻ സംഭവിക്കുന്നത്. ഇത് ഡീസൽ വെഹിക്കിൾസിൽ വരുന്നതാണ്. താഴെ കാണുന്ന കോളം പെട്രോൾ വെഹിക്കിൾസിൽ വരുന്നതാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാർബൺ മോണോക്സൈഡ് CO, ടോട്ടൽ ഹൈഡ്രോ കാർബൺസ്, ദെൻ നോൺ മീഥൈൻ ഹൈഡ്രോ കാർബൺസ്, നൈട്രജൻ ഓക്സൈഡ്സ്, ഹൈഡ്രോ കാർബൺസ് പ്ലസ് നൈട്രജൻ ഓക്സൈഡ്സ്, പെർട്ടിക്കുലേറ്റ് മാറ്റർ, ഇതിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ വാല്യൂവിനേക്കാൾ കൂടാൻ പാടില്ല, കുറയുകയാണ് വേണ്ടത്. പരമാവധി കുറച്ചിട്ടാണ് ഓരോ നോംസും വരുന്നത്. നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. യൂറോ 1 കാർബൺ മോണോക്സൈഡ് 2.70 കൊടുക്കുന്നുണ്ടെങ്കിൽ അത് യൂറോ 6 ആയപ്പോഴേക്കും 0.5 എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പെർട്ടിക്കുലേറ്റ് മാറ്റർ ആണെങ്കിൽ 0.14 ആണെങ്കിൽ അത് യൂറോ 6 എത്തിയപ്പോഴേക്കും 0.005 ഗ്രാം പെർ കിലോമീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു യൂറോ 7 വരികയാണ്. ഇപ്പോൾ യൂറോ 7 ആണ് നിലവിൽ വന്നിട്ടുള്ളത് യൂറോപ്പുകളിൽ. അപ്പോൾ അവിടെ ഇതിലും താഴെയുള്ള വാല്യൂകളായിരിക്കും പ്രപ്പോസലായിട്ട് വരിക. ഇപ്പോൾ പെട്രോളിലാണെങ്കിൽ 2.72 ആണ് യൂറോ 1. 1994 യൂറോ 1 ഇംപ്ലിമെൻറ്റേഷൻ സംഭവിക്കുന്നത്. അത് 2014 ആയപ്പോഴേക്കും 1 ഗ്രാം പെർ കിലോമീറ്റർ എന്നുള്ള ഒരു വാല്യൂവിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ സ്റ്റാറൊക്കെ കാണിച്ചിട്ടുള്ളത് അപ്ലൈസ് ഓൺലി ടു വെഹിക്കിൾസ് വിത്ത് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എൻജിൻസ്. ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എൻജിൻസ് ഉള്ള വെഹിക്കിളുകളാണ് ഈ പറഞ്ഞിട്ടുള്ള വാല്യൂ വാലിഡ് ആയിട്ടുള്ളൂ. ഇനി നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞത് ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലെ വാല്യൂസ് ആയിരുന്നു. ഇവിടെ പറയുന്നത് ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിനെ വീണ്ടും കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. 1305 കിലോഗ്രാമിനും 1760 ഇടയിൽ ഉള്ള വെഹിക്കിൾസിൻ്റെ എമിഷൻസ്. അവിടെ പറയുന്നത് കുറച്ചും കൂടി ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആണെങ്കിൽ പോലും ഒന്നുകൂടി പാസഞ്ചർ വെഹിക്കിളിനേക്കാളും വെയിറ്റ് കൂടിയ വണ്ടികളാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പവർ വേണ്ടി വരും. അവിടെ ഫ്യൂവൽ അതിനനുസരിച്ച് ചിലവാക്കും. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കണ്ടൻസും കൂടും. അപ്പോൾ സ്റ്റാൻഡേർഡിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. യൂറോ 1 5.17 ആണെങ്കിൽ അത് യൂറോ 6 ആയപ്പോഴേക്കും 0.630 എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. ദെൻ പെട്രോൾ എൻജിൻസിലാണെങ്കിൽ 5.17 ഉള്ളത് യൂറോ 6 ആയപ്പോൾ 1.810 എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കാർബൺ മോണോക്സൈഡിൻ്റെ അളവാണ് പെട്രോളിൽ കൂടി നിൽക്കുന്നത്. ദെൻ അങ്ങനെ ഏതൊരു ഇത് എടുക്കുകയാണെങ്കിലും കാർബൺ ഹൈഡ്രോ കാർബൺസ് നൈട്രജൻ ഓക്സൈഡ്സ് എടുക്കുകയാണെങ്കിൽ 1.4 യൂറോ 1 അത് യൂറോ 6 ആയപ്പോഴേക്കും 0.195 എത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള നോട്ട്, whereas the passenger cars the standards are defined by vehicle driving distance gram per kilometer. ഇപ്പോൾ ഒരു പാസഞ്ചർ കാറിൻ്റെയും അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് വെഹിക്കിളിൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ നോക്കുന്നത് ഡ്രൈവിംഗ് ഡിസ്റ്റൻസിനാണ്. അപ്പോൾ ഗ്രാം പെർ കിലോമീറ്ററിലാണ് ഇതിൻ്റെ അളവ് പറയുന്നത്. 1 കിലോമീറ്റർ വാഹനം ഓടുകയാണെങ്കിൽ ഇത്ര ഗ്രാം പെർട്ടിക്കുലേറ്റ് എമിഷൻസ്, അല്ലെങ്കിൽ ഇത്ര ഗ്രാം കാർബൺ മോണോക്സൈഡ്, ഇത്ര ഗ്രാം നൈട്രജൻ ഓക്സൈഡ്, ഇത്ര ഗ്രാം ഹൈഡ്രോ കാർബൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിലോമീറ്റർ അടിസ്ഥാനമാക്കിയിട്ടാണ് ചെറിയ വാഹനങ്ങളിൽ പറ്റുള്ളൂ. ദെൻ ഫോർ ലോറീസ്, ട്രക്കുകളിലൊക്കെ ആണെങ്കിൽ ദേ ആർ ഡിഫൈൻഡ് ബൈ എൻജിൻ എനർജി ഔട്ട്പുട്ട്. അവിടെ നമുക്ക് ഒരിക്കലും 1 കിലോമീറ്ററിൽ എന്നുള്ളത് കണക്കാക്കാൻ പറ്റില്ല. കാരണം ഒരു കാറിൽ 5 പേര് ഇപ്പോൾ മാക്സിമം യാത്ര ചെയ്യുക. ഈ 5 പേരെ വെച്ച് 1 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ എത്ര പൊല്യൂഷൻ ഉള്ളതെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു ലോറിയെ സംബന്ധിച്ചിടത്തോളം ലോഡുള്ള സമയം ഉണ്ടാവും, ലോഡില്ലാത്ത സമയം ഉണ്ടാകും. ഇവിടെ നല്ല ലോഡുള്ള സമയത്ത് 1 കിലോമീറ്റർ ദൂരം എടുക്കുന്ന ഫ്യൂവലിൻ്റെ അളവിലുള്ള പൊല്യൂഷൻസ് നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഒരിക്കലും നമുക്കത് കിലോമീറ്റർ കണക്കിൽ ലോറീൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല, ട്രക്കുകളുടെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് എത്ര പവർ അവിടെ ഉണ്ടാക്കുന്നു, എനർജി ഔട്ട്പുട്ട് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് അവിടെ പൊല്യൂഷൻസ് നമ്മൾ മാനേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 കാറ്റഗറി ആയിട്ടാണുള്ളത്. ഒന്ന് ചെറിയ പാസഞ്ചർ വെഹിക്കിൾ ആണെങ്കിൽ 1 കിലോമീറ്ററിൽ ഇത്ര ഗ്രാം എന്നും, ദെൻ അത് ലോറി എന്നുള്ള ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ കിലോ വാട്ട് ഹവറിലേക്ക് മാറും.
അപ്പോൾ 1 കിലോ വാട്ട് ഹവറിൽ ഇത്ര ഗ്രാം പെർട്ടിക്കുലേറ്റ് എമിഷൻസ് ഉണ്ടാവണം. അതിൽ കൂടാൻ പാടില്ല, മാക്സിമം കുറയ്ക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇങ്ങനെ ഒരു നോംസ് വന്നിട്ടുള്ളത് കൊണ്ടാണ്. ദ ഒഫീഷ്യൽ കാറ്റഗറി നെയിം ഈസ് ഹെവി ഡ്യൂട്ടി ഡീസൽ എൻജിൻസ്. അപ്പോൾ ഇതിന് പറഞ്ഞിട്ടുള്ള പേരാണ് ഈ ലോറീസ്, ട്രക്സ് നമ്മൾ പറഞ്ഞു. അതിന് പറഞ്ഞിട്ടുള്ള ഒഫീഷ്യൽ കാറ്റഗറി നെയിമാണ് ഹെവി ഡ്യൂട്ടി ഡീസൽ എൻജിൻസ്, HD ഡീസൽ എന്നായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഈ HD ഡീസൽ എൻജിൻസിലാണ് ഗ്രാം പെർ കിലോ വാട്ട് ഹവർ വരുന്നത്. വിച്ച് ജനറലി ഇൻക്ലൂഡ്സ് ലോറീസ് ആൻഡ് ബസ്സസ്. അത് ലോറികളും ബസ്സുകളും ചേർന്നിട്ടുള്ള ആ ഒരു കാറ്റഗറിയാണ് ഹെവി ഡ്യൂട്ടി ഡീസൽ എൻജിൻസ് എന്ന് പറയുന്നത്. ഹെവി ഡ്യൂട്ടി ഡീസൽ HD ഡീസൽ എൻജിൻസിലുള്ള ഒരു എമിഷൻ സ്റ്റാൻഡേർഡ് നമുക്കിവിടെ നോക്കാം. യൂറോ 1 1992 85 കിലോ വാട്ടിന് താഴെയുള്ള വെഹിക്കിൾസ് ആണെങ്കിൽ അവിടെ കാർബൺ മോണോക്സൈഡ് 4.5 ആയിരുന്നു. എന്നാൽ അത് യൂറോ 6 എത്തിയപ്പോഴേക്കും ഡിസംബർ 2013 1.5 കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ പെർട്ടിക്കുലേറ്റ് മാറ്ററിൻ്റെ കാര്യത്തിലാണെങ്കിൽ 0.612 1992 ഉണ്ടായിരുന്നത് യൂറോ 6 ആയപ്പോഴേക്കും 0.01 എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ യൂറോ 7 ആണെങ്കിലും ഇതിന് താഴേക്ക് വരുന്ന ഏതൊരു എമിഷൻ കൺട്രോൾ നോംസ് ആണെങ്കിൽ പോലും ഇവിടെ പരമാവധി കുറച്ച് കൊണ്ടുവരികയാണ്, ഒരിക്കലും കൂട്ടിക്കൊണ്ടുവരില്ല. കാരണം പൊല്യൂഷൻസ് നിലവിൽ കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇവിടെ നമ്മൾ കൺട്രോളുകൾ വെക്കുന്നു എന്നുള്ളത് ഈ ഒരു പൊല്യൂഷൻ കുറയ്ക്കാനുള്ളൊരു നോംസ് മാത്രമാണ്. പക്ഷേ വാഹനങ്ങളുടെ എണ്ണം കൂടുകയാണ്. ഈ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് വീണ്ടും പൊല്യൂഷൻസ് കൂടുകയാണ്. അപ്പോൾ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതിനൊപ്പം പൊല്യൂഷൻ സ്റ്റാൻഡേർഡിൻ്റെ ലെവൽ നമ്മൾ ഒന്നുകൂടി കൂട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ഇപ്പോൾ 92 ഓടിച്ചുകൊണ്ടിരുന്ന വാഹനങ്ങളിൽ 4.5 ആണെങ്കിൽ അന്ന് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ കുറവായിരുന്നു. അന്നിപ്പോൾ ഒരു 1000 വെഹിക്കിൾസാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ആകെ 4.5 എന്ന് പറയുന്നത് 4500 കാർബൺ മോണോക്സൈഡ് അത്രയായിരുന്നു അന്ന്. ഉദാഹരണം പറയുകയാണ്, 4500 കാർബൺ മോണോക്സൈഡാണ് അന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നതെന്ന് വിചാരിക്കാം. എന്നാൽ ആ 4.5 പകരം ഇവിടെ 10,000 വാഹനങ്ങളാണ് ഉള്ളതെങ്കിൽ 1.5 10,000 വാഹനങ്ങളുണ്ടെങ്കിൽ നമുക്കത് 15,000 എത്തുന്നുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ വാഹനങ്ങളിലൂടെ തന്നെ കൂടുതൽ എമിഷൻ അന്നത്തെ ഒരു കണക്ക് വച്ചിട്ടാണെങ്കിൽ ഇന്നുണ്ടാകും. അതുകൊണ്ടാണ് വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ഇവിടെ എമിഷൻ കൺട്രോൾ നോംസ് കുറയ്ക്കുന്നത്. ഓക്കെ, ഒരു ടേം മനസ്സിലാക്കിയ EEV എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഹാൻസ്ഡ് എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി വെഹിക്കിൾസ്. അതാണ് ഇന്ന് നമുക്ക് ഉള്ള വാഹനങ്ങൾ. EEV ആയിട്ടുള്ള വാഹനങ്ങളാണ് വേണ്ടത്. പരിസ്ഥിതി സൗഹൃദമുള്ള വാഹനങ്ങൾ, പരമാവധി പൊല്യൂഷൻ കുറച്ചുകൊണ്ട് വളരെ കുറഞ്ഞ രീതിയിൽ പൊല്യൂഷൻ നടത്തുന്ന വാഹനങ്ങളാണ് EEVs എന്ന് പറയുന്നത്. ഭാരത് സ്റ്റേജ്, ഇനി നമുക്ക് യൂറോ കഴിഞ്ഞ് ഭാരത് സ്റ്റേജിലേക്ക് വരാം. ഭാരത് സ്റ്റേജ് എമിഷൻ സ്റ്റാൻഡേർഡ്സ് ആർ എമിഷൻ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു റെഗുലേറ്റ് ദി ഔട്ട്പുട്ട് ഓഫ് എയർ പൊല്യൂട്ടൻസ് ഫ്രം ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ എക്യുപ്മെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് മോട്ടോർ വെഹിക്കിൾസ്. അപ്പോൾ IC എഞ്ചിൻ ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങൾക്കെല്ലാം ഇന്ത്യ ഗവൺമെൻറ് വെച്ചിട്ടുള്ള ഒരു റെഗുലേഷൻ സ്റ്റാൻഡേർഡാണ് ഭാരത് സ്റ്റേജ് എമിഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പൊല്യൂഷൻസ് കുറയ്ക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പൊല്യൂഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡാണ് ഭാരത് സ്റ്റേജ് എന്ന് പറയുന്നത്. ദി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ദ ടൈം ലൈൻ ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ആർ സെറ്റ് ബൈ ദ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റിന് കീഴിലാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ഈ ഒരു സ്റ്റാൻഡേർഡുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ദ സ്റ്റാൻഡേർഡ്സ് ബേസ്ഡ് ഓൺ യൂറോപ്യൻ റെഗുലേഷൻസ് വെർ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഇൻ 2000. അപ്പോൾ 2000 വർഷത്തിലാണ് ആദ്യമായിട്ട് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഭാരത് സ്റ്റേജ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് നോക്കിയിട്ടാണ്, യൂറോപ്പിൽ 1993 മുതൽ യൂറോ 1 നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ 2000 ഭാരത് സ്റ്റേജ് 1 നിലവിൽ വരുന്നത്. All new vehicles manufactured after the implementation of the norms have to comply with the regulations. അപ്പം ഈ ഒരു നോം നിലവിൽ വന്നതിന് ശേഷം 2000 എന്ന് പറയുന്ന വർഷത്തിന് ശേഷം വന്നിരുന്ന വാഹനങ്ങളിലെല്ലാം ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ, ഈ ഒരു എമിഷൻ കൺട്രോൾ ഇംപ്ലിമെൻറ്റേഷൻ വെച്ചിട്ടാണ് മാനുഫാക്ചർ വാഹനങ്ങൾ പുറത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. സിൻസ് ഒക്ടോബർ 2010, അപ്പോൾ ഒക്ടോബർ 2010 മുതൽ ഭാരത് സ്റ്റേജ് 3 നോംസ് ഹാവ് ബീൻ എൻഫോഴ്സ്ഡ് അക്രോസ്
അക്രോസ് ദ കൺട്രി. രാജ്യം മുഴുവൻ ഭാരത് സ്റ്റേജ് 3 നോംസ് കൊണ്ടുവരാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് 2010 ഒക്ടോബർ മുതൽ. അതേപോലെ തന്നെ 13 മേജർ സിറ്റികൾ, ഇന്ത്യയിലെ മെയിനായിട്ടുള്ള 13 സിറ്റികളിൽ ഭാരത് സ്റ്റേജ് 4 എമിഷൻ ഏപ്രിൽ 2010 കൂടിയിട്ടും നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്ടോബർ 2010 ഭാരത് സ്റ്റേജ് 3 ഇന്ത്യ മുഴുവൻ കൊണ്ടുവന്നു. അതിനു മുന്നേ ഏപ്രിൽ 2010, ഒക്ടോബർ 2010 മുന്നെയാണ് ഏപ്രിൽ 2010 തന്നെ ഭാരത് സ്റ്റേജ് 4 ഇന്ത്യയിലെ പ്രമുഖ 13 മേജർ സിറ്റികളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദി ഫേസിങ് ഔട്ട് ഓഫ് 2 സ്ട്രോക്ക് എൻജിൻ ഫോർ 2 വീലേഴ്സ്. അപ്പോൾ അതിനുശേഷമാണ് 2 സ്ട്രോക്ക് എൻജിൻസ് 2 വീലറുകളൊക്കെ ഒഴിവാക്കപ്പെട്ടത്. ഈ ഒരു എമിഷൻ കൺട്രോൾ നിലവിൽ വന്നതോട് കൂടിയിട്ട്, ഭാരത് സ്റ്റേജ് 3 നിലവിൽ വന്നതോട് കൂടിയിട്ട്. അതുപോലെ തന്നെ ദ സ്റ്റോപ്പേജ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് മാരുതി 800, മാരുതി 800ൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ നിൽക്കാനും ഒക്കെ കാരണം ഈ ഒരു എമിഷൻ കൺട്രോൾ നിലവിൽ വന്നതാണ്. അപ്പോൾ ആ ഒരു എമിഷൻ കൺട്രോളിനോട് ഒത്തുപോകാൻ മാരുതി കമ്പനിക്ക് കഴിയാതെ വന്നപ്പോഴാണ് മാരുതി 800 പ്രൊഡക്ഷൻ നിർത്തിവെച്ചത്. ഇൻട്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രോണിക് കൺട്രോൾ ഹാവ് ബീൻ ഡ്യൂ ടു ദ റെഗുലേഷൻ റിലേറ്റഡ് വെഹിക്കുലർ എമിഷൻസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭാരത് സ്റ്റേജ് 3 എന്നുള്ള ആ ഒരു നോംസ് നിലവിൽ വന്നതോട് കൂടിയിട്ടാണ് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റുകളൊക്കെ വെഹിക്കിളിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതും പരമാവധി എമിഷൻ കുറച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ നിരത്തിലിറങ്ങാൻ തുടങ്ങിയതും. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡുകളിലേക്ക് വരാം. അവിടെ ഫസ്റ്റ് ഭാരത് സ്റ്റേജ് 1 അല്ല, ഇന്ത്യ 2000 അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ പേര്. അതിന് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തത് യൂറോ 1ൻ്റെ നോംസാണ്. യൂറോ 1 പറഞ്ഞിട്ടുള്ള ആ ഒരു അളവുകളാണ് എടുത്തത്. പക്ഷേ യൂറോ 1 1993 വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ അത് 2000 വന്നിട്ടുള്ളത്. 2000 വർഷത്തിൽ ഇന്ത്യ മുഴുവനാണ് ഈ ഒരു ഇന്ത്യ 2000 എന്നുള്ള ഒരു എമിഷൻ നോം വന്നത്. ദെൻ ഭാരത് സ്റ്റേജ് 2 വന്നത് യൂറോ 2 നിന്നും റെഫറൻസ് എടുത്തിട്ടാണ്. അത് 2001 അതേപോലെ 2001 മുതൽ 2005 വരെ പല ഘട്ടങ്ങളിലായിട്ടാണ് യൂറോ 2 ഇംപ്ലിമെൻറ്റേഷൻ നടത്തിയത്. 2001 നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആയിട്ടുള്ള ഡൽഹിയിൽ, അതേപോലെ മുംബൈ, കൊൽക്കത്ത, ചെന്നൈ ഇത്രയും മേജർ സിറ്റികളിലാണ് യൂറോ 2 ഇംപ്ലിമെൻറ്റേഷൻ നടന്നത്. ദെൻ 2003 അത് ഡൽഹി തന്നെ, പിന്നെ അതേപോലെ അത് കൂടാതെ 13 സിറ്റികളിലൂടെ. ഈ 13 സിറ്റികൾ എന്ന് പറയുന്നത് മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ്, പൂനെ, സൂറത്ത്, കാൺപൂർ, ലക്നൗ, ഷോലാപൂർ, ജംഷഡ്പൂർ ആൻഡ് ആഗ്ര ഇത്രയും മേജർ സിറ്റികളിലും കൂടി ഇംപ്ലിമെൻറ്റേഷൻ സംഭവിച്ചു. അങ്ങനെ 2005 ഏപ്രിൽ മാസത്തോടു കൂടി രാജ്യം മുഴുവൻ ഭാരത് സ്റ്റേജ് 2 ഇംപ്ലിമെൻറ്റേഷൻ പൂർത്തിയാക്കി. അങ്ങനെ 2005 നാഷണൽ വൈഡ് ഇംപ്ലിമെൻറ്റേഷൻ പൂർത്തിയാക്കിയതിനോടൊപ്പം തന്നെ ഭാരത് സ്റ്റേജ് 3 അവിടെ ഇംപ്ലിമെൻറ്റേഷൻ തുടങ്ങി. അവിടെ നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ അപ്പോൾ വീണ്ടും ചേഞ്ച് ചെയ്തു, ഭാരത് സ്റ്റേജ് 3 മാറി. ദെൻ 2010 ഏപ്രിൽ മാസം രാജ്യം മുഴുവൻ ഭാരത് സ്റ്റേജ് 3 ഇംപ്ലിമെൻറ്റേഷൻ സംഭവിച്ചു. അതോടുകൂടി തന്നെ 2010 ഏപ്രിൽ തന്നെ ഭാരത് സ്റ്റേജ് 4 13 സിറ്റികളിലും അതേപോലെ നാഷണൽ ക്യാപിറ്റൽ റീജിയനിലും ഇംപ്ലിമെൻറ്റേഷൻ സംഭവിച്ചു. ദെൻ ഇനി നമുക്ക് പ്രപ്പോസലായിട്ടുള്ളത് 2020 ഇപ്പോൾ ഈ വർഷം, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വർഷമാണ് ഭാരത് സ്റ്റേജ് 5 ഇംപ്ലിമെൻറ്റേഷൻ സംഭവിക്കാനുള്ളത്. പക്ഷെ അതിന് പകരം ഇന്ത്യയിലെ പൊല്യൂഷൻ അത്രയും കൂടിയത് കാരണം ഭാരത് സ്റ്റേജ് 5 എന്നുള്ള ഒരു സ്റ്റെപ്പ് ഇന്ത്യ സ്കിപ്പ് ചെയ്തിട്ട് ഭാരത് സ്റ്റേജ് 6 കിടക്കാണ്. യൂറോ 6 എത്തിയിട്ടില്ല. യൂറോ 6 പിടിക്കാൻ വേണ്ടി ഭാരത് സ്റ്റേജ് 6 ഇന്ത്യ ചാടിയിട്ടുണ്ട്. അപ്പോൾ ഭാരത് സ്റ്റേജ് 5 എന്നുള്ളൊരു സ്റ്റെപ്പ് ഇനി ഉണ്ടാവില്ല, ഡയറക്റ്റ് ഭാരത് സ്റ്റേജ് 6 കടക്കാൻ പോകുന്നത്. അപ്പോൾ ഭാരത് സ്റ്റേജ് 6 വരുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പൊല്യൂഷൻ കൺട്രോൾസിൽ ഉണ്ടാകും. പെട്ടെന്നൊരു നല്ലൊരു വ്യത്യാസമായിരിക്കും ഈ പർട്ടിക്കുലർ മാറ്ററിൻ്റെയും ഹൈഡ്രോ കാർബൺസിൻ്റെയും ഒക്കെ അളവുകളിൽ വ്യത്യാസം വരുത്താൻ പോകുന്നത്. ഇൻ ഓർഡർ ടു കംപ്ലൈ വിത്ത് ദ BS4 നോംസ് 2 and 3 wheeler manufacturers will have to fit an evaporative emission control unit which should lower the amount of fuel that is evaporated when the motorcycle is parked. ഒരു മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ ഒരു 3 വീലർ, ഒരു റിക്ഷ ഒക്കെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ പരമാവധി അതിൽ നിന്നും ഇവാപ്പറേറ്റീവ് എമിഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കുറയ്ക്കാൻ വേണ്ടി ഭാരത് സ്റ്റേജ് 4 നിയമപ്രകാരം 2 വീലറുകളിലും അതേപോലെ 3 വീലറുകളിലും ഇവാപ്പറേറ്റീവ് കൺട്രോൾ യൂണിറ്റ്, എമിഷൻ കൺട്രോൾ യൂണിറ്റ് സ്ഥാപിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇവാപ്പറേഷൻ മൂലമുള്ള എമിഷന് ഒരു പരിധിവരെ 2 വീലറുകളിലും 3 വീലറുകളിലും കുറയ്ക്കാൻ നമുക്കിന്ന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാരത് സ്റ്റേജ്
4-ൽ വന്ന നിയമമാണ് വാഹനങ്ങൾ ഇറക്കുമ്പോൾ തന്നെ മാനുഫാക്ചർ ഇവാപ്പറേറ്റീവ് എമിഷൻ കൺട്രോൾ ചെയ്യാനുള്ളൊരു യൂണിറ്റ് ടാങ്കിൽ ഫ്യൂവൽ ടാങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് വേണം വാഹനങ്ങൾ ഇറക്കാൻ എന്നുള്ളത്. അപ്പോൾ അത് വന്നപ്പോൾ നമുക്കൊരു പരിധി വരെ ഈ ഒരു എമിഷൻ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ദെൻ 2 വീലറുകളിലും 3 വീലറുകളിലേക്കും വരികയാണെങ്കിൽ ഭാരത് സ്റ്റേജ് 2 മുതൽ നോക്കാം. അത് ഇംപ്ലിമെൻറ്റേഷൻ സംഭവിച്ചത് ഏപ്രിൽ 2005-ലാണ്. ഭാരത് സ്റ്റേജ് 5 എന്ന് പറയുന്നത് പ്രപ്പോസൽ ആയിട്ടുള്ളൂ, പക്ഷേ അത് ഭാരത് സ്റ്റേജ് 6 ആണ് നിലവിൽ ഇനി വരാൻ പോകുന്നത്. അത് ട്രക്ക് ഭാരത് സ്റ്റേജ് 5 2 വീലറുകളും 3 വീലറുകളിലും ഇനി ഭാരത് സ്റ്റേജ് 6 ആണ് വരാൻ പോകുന്നത്. അത് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റിന് പുറമെ കാറ്റലറ്റിക് കൺവേർട്ടറുകളിലും അതേപോലെ ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഇങ്ങനെ 2 മെയിൻ കാര്യങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വാഹനങ്ങളിലെല്ലാം തന്നെ കാർബറേറ്റർ സിസ്റ്റം ഒഴിവാക്കി ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ കൊണ്ടുവരിക, അതേപോലെ കാറ്റലറ്റിക് കൺവേർട്ടറിൻ്റെ കപ്പാസിറ്റി ഒന്നുകൂടി കൂട്ടുക. ഈ 2 കാര്യങ്ങളാണ് BS6 മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ. ദെൻ ഒരു ഡീസൽ ട്രക്ക് ബസ് എൻജിൻസ് അതിലൊക്കെ ഉണ്ടാകുന്ന പൊല്യൂഷൻസിൻ്റെ അളവുകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബസ്സും അതേപോലെ വലിയ ട്രക്കുകളൊക്കെ ആണെങ്കിൽ ഗ്രാം പെർ കിലോ വാട്ട് ഹവറിലാണ് പറയുക, കിലോ മീറ്ററിലല്ല പറയാം. അങ്ങനെ 1992 ചെയ്തുകൊണ്ടിരുന്ന ടെസ്റ്റാണ് ECE R49 എന്നുള്ളത്. അവിടെ പറഞ്ഞിട്ടുള്ളത് കാർബൺ മോണോക്സൈഡ് 17.3-ക്കും 32.6-നും ഇടയിലായിരിക്കണം, ഹൈഡ്രോ കാർബൺസ് 2.7-നും 3.7-നും ഇടയിലായിരിക്കണം എന്നുള്ളത്. 2010 യൂറോ 4 റെഫറൻസ് ചെയ്തിട്ട് നമ്മൾ BS4 എത്തിയപ്പോൾ അവിടെ നമുക്ക് കാർബൺ മോണോക്സൈഡ് 1.5-ഉം അതേപോലെ ഹൈഡ്രോ കാർബൺസ് 0.46-ലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പെർട്ടിക്കുലേറ്റ് എമിഷൻസൊക്കെ 0.02-ലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ദെൻ ലൈറ്റ് ഡ്യൂട്ടി ഡീസൽ വെഹിക്കിൾസിലാണെങ്കിൽ അവിടെ ലൈറ്റ് ഡ്യൂട്ടി ആയി, ഹെവി ഡ്യൂട്ടി അല്ല. അപ്പോൾ ഗ്രാം പെർ കിലോ മീറ്ററിലായി, കിലോ വാട്ട് അവർ എന്നുള്ളത് കിലോ മീറ്ററിലേക്ക് മാറി. 92-ൽ 17.3 to 32.6 കാർബൺ മോണോക്സൈഡ് ഉള്ളത് 2010-ലേക്ക് എത്തിയപ്പോഴേക്കും 0.5-ലേക്ക് ചുരുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു. ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓരോ കാലഘട്ടത്തിലുള്ള ഓരോ എമിഷൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള വാല്യൂസാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ ആ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള വാല്യൂസ് ഈ ഒരു സ്റ്റാൻഡേർഡുമായിട്ടാണ് ഒത്തുനോക്കൽ. ഇതിനേക്കാൾ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ വാഹനം നിരത്തിലിറക്കാൻ പാടുള്ളതല്ല. ഇവിടെ ലൈറ്റ് ഡ്യൂട്ടി ഡീസൽ എൻജിൻസിലുള്ളതാണെങ്കിൽ നോക്കുക, കാർബൺ മോണോക്സൈഡിൻ്റെ വാല്യൂ 1992-ൽ 14 ആണെങ്കിൽ അത് 2005-ൽ 4 വരെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ദെൻ ഗ്യാസോലിൻ വെഹിക്കിൾ പെട്രോൾ വെഹിക്കിൾസിലാണെങ്കിൽ 91-ൽ 14.3 to 27.1 എന്നുള്ളത് യൂറോ 4-നെ റെഫറൻസ് ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് 1 എന്നുള്ള ആ ഒരു ലെവലിലേക്ക് വരെ എത്തിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രയും എമിഷൻ കുറച്ചിട്ടാണ് പുതിയ വാഹനങ്ങൾ ഇറങ്ങുന്നത്. 3 വീലർ പെട്രോൾ എൻജിൻസിലാണെങ്കിൽ 91-ൽ 12 to 30 ആയിരുന്നു, BS3-ൽ 1.25-ലേക്ക് എത്തിയിട്ടുണ്ട്. ദെൻ 2 വീലർ ഗ്യാസോലിൻ വെഹിക്കിൾസ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 2 വീലർ ഗ്യാസോലിൻ വെഹിക്കിൾസിലാണെങ്കിൽ അവിടെ 91-ൽ 12 to 30 ആണെങ്കിൽ അത് BS3 ഇംപ്ലിമെൻറ്റേഷനോട് കൂടിയിട്ട് 1-ലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ദെൻ 2 വീലർ ആൻഡ് 3 വീലർ ഡീസൽ വെഹിക്കിൾസ്, പെട്രോൾ അല്ല ഡീസൽ വെഹിക്കിൾസ്, ഡീസൽ ബൈക്ക്, ഡീസൽ ഓട്ടോറിക്ഷകളിലൊക്കെ ആണെങ്കിൽ 2005-ൽ 1 ആണെങ്കിൽ 2010-ൽ അത് 0.5-ലേക്കും, പെർട്ടിക്കുലേറ്റ് എമിഷൻ ആണെങ്കിൽ 0.10-ൽ നിന്ന് 0.05-ലേക്കും വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ ഇന്ന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള ഭാരത് സ്റ്റേജ് അനുസരിച്ചിട്ടുള്ള എമിഷൻ കൺട്രോൾ നോംസ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇന്ന് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് ഏതൊക്കെ എമിഷൻ കൺട്രോൾ നോംസ് ആണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്, ആ ഇന്ത്യക്ക് ഉപയോഗിക്കാനുള്ള റെഫറൻസ് ഏത് രാജ്യത്തു നിന്നാണ് എടുത്തത് എന്നുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഭാരത് സ്റ്റേജാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ റെഫറൻസ് എടുത്തിട്ടുള്ളത് യൂറോയിൽ നിന്നാണ്. അതേപോലെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഭാരത് സ്റ്റേജ് 5 എന്നുള്ളൊരു സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഭാരത് സ്റ്റേജ് 6-ലേക്ക് നമ്മൾ ഇങ്ങോട്ട് ജമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഈ ഒരു പെർട്ടിക്കുലേറ്റ് എമിഷൻ്റെ കാര്യത്തിലും ഈ ഒരു ഫ്യൂവൽ എമിഷൻ
എക്സോസ്റ്റ് എമിഷനിൽ കണ്ടൻറ്റ് ആയിട്ട് വരുന്ന എല്ലാ പദാർത്ഥങ്ങളിലും വ്യത്യാസം വരുത്തുന്നതാണ്. അപ്പോൾ അത് ഹൈഡ്രോ കാർബൺസിലും അതുപോലെ നൈട്രജൻ ഓക്സൈഡ്സിലും പെർട്ടിക്കുലേറ്റ് മാറ്ററിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും അത്രയും പെർസെൻറ്റേജ് കുറവ് നമുക്ക് വരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഏപ്രിൽ മാസത്തോട് കൂടിയിട്ട് ഇംപ്ലിമെൻറ്റേഷൻ നടക്കുമെന്നാണ് പറഞ്ഞത്. ലോക്ക്ഡൗൺ കാരണം ഇംപ്ലിമെൻറ്റേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ വാഹനങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉടനെ ക്ലിയർ ചെയ്യാം. ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതെല്ലാം ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഇത്രയും ഭാഗം മനസ്സിലാക്കിയാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. താങ്ക് യു.